നമ്മുടെ വീട്ടിലെ ചാമ്പ നിറയെ പൂക്കുകയും കായ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിറയെ കായായിട്ടുണ്ട്. ഇത് താഴെ വീണ് ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പം എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചാമ്പയ്ക്ക ജാം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ ഇവിടെയൊക്കെ നിറയെ ഉണ്ട്, വിളഞ്ഞൊക്കെ നിൽപ്പുണ്ട്. ആപ്പിൾ ചാമ്പയായിട്ട് മേടിച്ചതാണ്. ആദ്യം പിടിച്ചപ്പോൾ നല്ല വലുപ്പം ഉണ്ടായിരുന്നു, പിന്നെ വലിപ്പം കുറഞ്ഞു വരുന്നു. എനിക്ക് തോന്നുന്നു ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കാറുണ്ട് എപ്പോഴും. അതുകൊണ്ടാണെന്ന് കടക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. നമുക്ക് ഈ ചാമ്പയ്ക്കെല്ലാം പൊട്ടിച്ചെടുക്കാം. ആദ്യം അതിനുള്ള ചാമ്പയ്ക്ക കുറച്ചൊക്കെ പൊട്ടിച്ച് തീർന്നു. നമ്മൾ ഇനി കഴുകിയെടുക്കാം. ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ അകത്ത് പുഴുവോ ഉറുമ്പോ ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഓരോന്നും എടുത്ത് കഴുകി ഒരു കൊട്ടയിൽ വെച്ച് വെള്ളം വടിയണം. വെള്ളമില്ലാതെ വേണം നമ്മളിത് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് എടുക്കാൻ. കട്ട് ചെയ്യുമ്പോൾ പുഴുവെല്ലാം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും, അതെടുക്കണ്ട. അങ്ങനെ ഇതെല്ലാം വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ്. എല്ലാം ഓരോന്നോരോന്ന് എടുത്തിട്ട് വൃത്തിയായിട്ട് ഓരോന്ന് ശ്രദ്ധിച്ച് കഴുകണം. ആദ്യം ഞാൻ കുറേ ഒന്ന് കഴുകി, വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകുന്നുള്ളത് കൊണ്ട് രണ്ടാമത്തെ കഴിവൊക്കെ മാത്രമാണ് കാണിച്ചേക്കുന്നത്. ഞാൻ കഴുകി അതിൻ്റെ തണ്ടെല്ലാം പറിച്ചെടുത്തു. അതൊക്കെ ഇനിയൊന്ന് ഇതെല്ലാം കൂടി കഴുകി ഒരു പാത്രത്തിൽ വെച്ച് വെള്ളം വടിയാൻ വേണ്ടി ഒരു കൊട്ടയ്ക്കകത്തെടുത്ത് വെച്ച് നമ്മൾ എന്നിട്ട് ഇത് പീസ് ചെയ്ത് അരിഞ്ഞ്, ഇടയ്ക്കൊക്കെ പുഴുവുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കി അരിഞ്ഞിട്ട് ജാറിലിട്ട് പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുത്ത് കഴിയുമ്പോൾ വെള്ളം അധികം ചേർക്കരുത്. കുറച്ച് വെള്ളം വേണം ചേർത്തോ. ഇതിൽ കട്ടിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ശകലം വെള്ളം ചേർത്ത് കൊടുത്തു. ഇതിനി വലിയ പാത്രത്തിൽ വേണം നമ്മൾ ഇത് വെക്കാൻ, ഇല്ലെങ്കിൽ തെറിച്ച് ദേഹത്തെല്ലാം വീഴും. എൻ്റെ ആദ്യ പരീക്ഷണമായിരുന്നു. ഇത് ഇളക്കി നമുക്ക് നന്നായിട്ട് ഇളക്കി ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് ഈ പതയൊക്കെ എടുത്ത് കളഞ്ഞ് വേണ്ടേ കുറുക്കി നമ്മൾ എടുക്കണം. കുറേ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി നാരങ്ങ അധികം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഒരു നാരങ്ങ ഒഴിച്ചോളൂ. ഇനി ഇത് നല്ല രീതിയിൽ വീണ്ടും ഇതാക്കി കൊടുക്കണം. കാരണം പെട്ടെന്ന് ദേഹത്ത് തെറിക്കും. ജാറിൻ്റെ പരുവത്തുള്ളൂ, വെണ്ണ പോലെ ഇത് അരയണം കേട്ടോ. നമ്മുടെ ജാറിന് ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് അരഞ്ഞത് കുറവായിപ്പോയി. നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടിയ ജാറ് കുറച്ച് നല്ല ജെല്ലി പോലെ കുറച്ച് മൂളി വന്ന് കിടക്കും. എങ്കിലും നമ്മൾ ബ്രെഡിൽ തേച്ച് നമുക്കൊന്ന് കഴിക്കാം വീട്ടിലാണ്. എന്ന് വെച്ചാൽ ഇത് ഹോം മെയ്ഡല്ലേ, കെമിക്കലൊന്നും ഇല്ലാതെ നല്ല ജാമാണ്. അങ്ങനെ ജാം തേച്ച് വെച്ച് ഞാൻ കട്ട് ചെയ്ത് കൊണ്ട് വെച്ച് നമ്മളെ കല്ലൂസിന് വേണ്ടി വീട്ടിലുണ്ടാക്കിയതാണ്. കാരണം വെറുതെ നിന്ന് കളയണ്ടല്ലോ, കാശ് കൊടുത്ത് ഇതൊക്കെ മേടിപ്പിക്കുകയും ചെയ്യും. അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. കൊള്ളാമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.